നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദുരന്തമുഖത്ത് കൈകാലിട്ടടിക്കുകയാണ് കേരളം. മഴയുടെ സംഹാര താണ്ഡവം വലിയ നാശനഷ്ടമാണ് സംസ്ഥാനത്ത് വരുത്തിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ വലിയൊരു വിമർശനം സർക്കാരിന് നേരെ ഉയരുകയാണ്. അതിതീവ്ര മഴ മുന്നിലുണ്ടായിട്ടും സംസ്ഥാനത്ത് മുന്നറിയിപ്പുകളും മുന്നൊരുക്കങ്ങളും പാളി എന്നാണ് വിമർശനം വരുന്നത്. കേന്ദ്ര സർക്കാർ കൃത്യമായ നിർദ്ദേശം, അതായത് കനത്ത മഴയാണ് വരാൻ പോകുന്നത് എന്ന മുന്നറിയിപ്പ് സംസ്ഥാനത്തിന് കൊടുത്തിരുന്നു. എന്നാൽ അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നടപ്പാക്കുന്നതിൽ പാളിച്ച സംഭവിച്ചു എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, കാലവർഷം തുടങ്ങുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ തന്നെ കനത്ത മഴയായിരിക്കും സാധാരണ കാലത്തിൽ. എന്നാൽ ഇപ്പോൾ അതെല്ലാം തന്നെ മാറി മറിഞ്ഞിരിക്കുകയാണ്. കാലാവസ്ഥ തകിടം മറിഞ്ഞു കിടക്കുകയാണ്. ജൂണിലും ജൂലൈയിലും പ്രതീക്ഷിച്ചത്ര മഴ ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ സർക്കാരിന് മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിൽ പാളിച്ച പറ്റി എന്നാണ് വിവരങ്ങൾ. ഓഗസ്റ്റ് മുതൽ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം രാത്രി മുതൽ തന്നെ നിർത്താതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ പരിണിത ഫലം ഓഗസ്റ്റ് 1 ആയതോടെ വലിയ ദുരന്തത്തിലേക്ക് സംസ്ഥാനം വീണു. അതിതീവ്ര മഴ പെയ്തിറങ്ങിയ പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഇന്ന് രാവിലെ വരെ ഉണ്ടായിരുന്നത് ഓറഞ്ച് അലേർട്ട് മാത്രമാണ്. ദുരന്തങ്ങൾ മുൻപും നേരിട്ടിട്ടുള്ള മലയോര മേഖലകളിൽ പോലും മുന്നറിയിപ്പ് അനുസരിച്ചുള്ള ജാഗ്രത ഉണ്ടായില്ല എന്നാണ് റിപ്പോർട്ട്. അടുത്ത 24 മണിക്കൂർ കൂടി സംസ്ഥാനത്ത് അതീവ ജാഗ്രത വേണം. പത്തനംതിട്ട ലാഹയിൽ 25 മില്ലിമീറ്റർ, ഇടുക്കി പീരുമേടും തൊടുപുഴയിലും 21 മില്ലിമീറ്റർ വീതം മഴയാണ് പെയ്തത്. 24 മണിക്കൂറിനിടെ പെയ്തിറങ്ങിയത് റെഡ് അലേർട്ടിനനുസരിച്ചുള്ള അതിതീവ്ര മഴ. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിക്കും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരുന്ന മുന്നറിയിപ്പിൽ സംസ്ഥാനത്ത് എവിടെയും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നില്ല. രാത്രി 10 മണിക്ക് നൽകിയ തൽസ്ഥിതി മുന്നറിയിപ്പിലും ഓറഞ്ച് അലേർട്ട് മഴ മാത്രമാണ് ഉണ്ടായിരുന്നത്. റെഡ് അലേർട്ടിന് സമാനമായ മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത് രാത്രി 11:15-നാണ്. പത്തനംതിട്ടയും ഇടുക്കിയും അടക്കമുള്ള ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത് ഇന്ന് രാവിലെ 7 മണിക്കാണ്. അപ്പോഴേക്കും പെരുമഴ പെയ്തിറങ്ങി കഴിഞ്ഞിരുന്നു. ആളുകൾ ദുരിതക്കയത്തിലായതിനു ശേഷം പ്രഖ്യാപിച്ച റെഡ് അലേർട്ട് പാളിപ്പോയി. അതായത് മഴ കനത്ത നാശം വിതയ്ക്കും എന്നുറപ്പുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോലും ജനങ്ങളെ മാറ്റി പാർപ്പിക്കാനുള്ള കൃത്യമായ ഒരു നീക്കം ഉണ്ടായില്ല. വലിയ പാളിച്ച സംഭവിച്ചു. ഓറഞ്ച് അലേർട്ട് എന്നാൽ ആക്ഷൻ എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി ചട്ടത്തിൽ പറയുന്നത്. മുൻപും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ള കൂട്ടിക്കലിലും 2018 പ്രളയത്തിൽ മുങ്ങിപ്പോയ റാന്നിയിലും അടക്കം തുടർച്ചയായി മഴ പെയ്തിട്ടും ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനോ വേണ്ടത്ര മുൻകരുതൽ എടുക്കാനോ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കഴിഞ്ഞില്ല. തൊടുപുഴ കുടയത്തൂരിൽ NDRF സംഘത്തിന് പെട്ടെന്ന് എത്താനായി. എന്നാൽ ഉരുൾപൊട്ടലുണ്ടായ കോട്ടയത്ത് 3 ഇടങ്ങളിലും NDRF എത്തിയില്ല. പത്തനംതിട്ടയിലേക്കും NDRF എത്തിയപ്പോഴേക്കും വൈകിപ്പോയി. കഴിഞ്ഞ ദിവസം രാത്രിയോടെ തന്നെ പല പഠന ഏജൻസികളും മധ്യ കേരളത്തിന്റെ കിഴക്കൻ മേഖലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു. പ്രാദേശികമായി ശക്തമായ മഴ മുന്നറിയിപ്പ് ഏജൻസികൾ കൈമാറിയിരുന്നു. പക്ഷേ ദുരന്ത സാഹചര്യം മുൻകൂട്ടി കാണാൻ IMDക്കോ KSDMAക്കോ കഴിഞ്ഞില്ല. പത്തനംതിട്ട മലയോര മേഖലകളിൽ നിർത്താതെ മഴ പെയ്താൽ പമ്പയാർ കരകവിഞ്ഞൊഴുകി വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ് മുന്നൊരുക്കം നടത്തിയതുമില്ല. IMDക്ക് പുറമെ മറ്റ് ഏജൻസികളിൽ നിന്നുകൂടി വിവരം ശേഖരിക്കുന്ന KSDMA എന്ത് മുന്നൊരുക്കമാണ് നടത്തിയതെന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. നാടിനെ തകർത്ത മുണ്ടക്കൈ ദുരന്തമുണ്ടായ 2024 എൽനിനോ വർഷമായിരുന്നു. ഇതും എൽനിനോ വർഷം. അപ്രതീക്ഷിത അതിതീവ്ര മഴ ദിവസങ്ങൾക്ക് എൽനിനോ വർഷങ്ങളിൽ സാധ്യതയേറെയാണ്. അലേർട്ടുകൾക്ക് അതീതമായ ജാഗ്രത വേണ്ട സംസ്ഥാനത്ത് ജില്ലാ ഭരണകൂടങ്ങൾക്കും ദുരന്ത നിവാരണ അതോറിറ്റിക്കും സംഭവിച്ചത് കുറ്റകരമായ അനാസ്ഥയാണ്. ഇത്തരത്തിലുള്ള പാളിച്ചകൾ വലിയ ദുരന്തങ്ങൾക്കാണ് വഴിവെക്കുക. മലയോര മേഖലകളിൽ കർശന നിർദ്ദേശവും ജാഗ്രതയും പുലർത്തേണ്ടതാണ്. സംസ്ഥാനത്തെ, അതായത് നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ സംവിധാനങ്ങളും അവിടെ കൃത്യമായ ഇടപെടൽ നടത്തേണ്ടതുമാണ്. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലും അതുപോലെ തന്നെ ഉരുൾപൊട്ടലും ഉണ്ടാകുമ്പോൾ വലിയ നാശത്തിലേക്കാണ് അത് വന്ന് ഭവിക്കുക. അതിനു മുൻപ് തന്നെ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് ജനങ്ങളെ മറ്റ് സ്ഥലങ്ങളിലേക്ക്, അതായത് സേഫായ സ്ഥലങ്ങളിലേക്ക് മാറ്റേണ്ടതുണ്ട്. എന്നാൽ ഇതിനൊക്കെ വൈകിപ്പോയി എന്നുള്ളതാണ് ഉണ്ടായ വലിയൊരു പിഴവ്.
ചെറിയ പിഴവല്ല, വലിയ പിഴവാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി ഇതുപോലത്തെ പിഴവുകൾ ഉണ്ടാകാതെ നോക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. മന്ത്രിമാർ ഇപ്പോൾ പരസ്പരം പഴിക്കുകയാണ്. എന്നാൽ റവന്യൂ മന്ത്രി വ്യക്തമാക്കിയത് മുൻപ് തന്നെ, അതായത് കേന്ദ്രത്തിൽ നിന്ന് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു, വേണ്ട നടപടികളെല്ലാം പാലിച്ചു എന്നൊക്കെയാണ് റവന്യൂ മന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്. എന്നാൽ പാളിച്ച ഉണ്ടായി എന്നുള്ളതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ തയ്യാറാകണമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. പ്രത്യേകിച്ചും ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സജ്ജരായിരിക്കാൻ കളക്ടർമാരോട് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. മന്ത്രിമാരുമായും ജില്ലാ കളക്ടർമാരുമായും ചർച്ച നടത്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമാണ് അടിയന്തര നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതാത് ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാർ നേരിട്ടെത്തി ക്യാമ്പ് ചെയ്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനും സതീശൻ നിർദ്ദേശിച്ചു. തിരുവനന്തപുരത്ത് CP ജോണും, പത്തനംതിട്ടയിൽ PC വിഷ്ണുനാഥും, കോട്ടയത്ത് മോൻസ് ജോസഫും, ഇടുക്കിയിൽ അനൂപ് ജേക്കബും ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. റവന്യൂ മന്ത്രി സംസ്ഥാനതല ഏകോപനം നിർവഹിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഏതടിയന്തര സാഹചര്യവും നേരിടാൻ സജ്ജരായിരിക്കാൻ ഈ ജില്ലകളിലെ കളക്ടർമാർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. എന്നാൽ മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിലുള്ള നടപടി സ്വീകരിക്കുന്നതിൽ പിഴവ് പറ്റിയോ എന്നുള്ള ചോദ്യവും അദ്ദേഹത്തിന് നേരെ ഉയരുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിലെ മഴ സാധ്യത പ്രവചനം. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ടാണ് 1-ാം തീയതി പ്രഖ്യാപിച്ചിരുന്നത്. അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 204.4 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് അതിതീവ്രമായ മഴ എന്നതുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. 1-ാം തീയതി ഓറഞ്ച് അലേർട്ട് ഉള്ളത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, പാലക്കാട് എന്നീ ജില്ലകളിലാണ്. യെല്ലോ അലേർട്ട് 2-ാം തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഈ ജില്ലകളിലാണ്. ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. പലയിടത്തും പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ മഴ കനത്തുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ ജാഗ്രത പാലിക്കുക. കുട്ടികളെയും മുതിർന്നവരെയും ഗർഭിണികളെയും ഒക്കെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടതായി ശ്രദ്ധിക്കേണ്ടത് നദീതീരത്തും അതുപോലെ തന്നെ വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിലുമൊക്കെ താമസിക്കുന്നവർ രാത്രികാലങ്ങളിൽ അവിടെ താമസിക്കരുത്. ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ക്യാമ്പുകളിലേക്കും മറ്റ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും മാറേണ്ടതാണ്. നമുക്കറിയാം, ഈ മഴ പെയ്യുന്ന സമയത്തൊക്കെ ചില മനുഷ്യരോട് നിർദ്ദേശം കൊടുത്താൽ പോലും അവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാറില്ല. എന്നാൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കരുത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒരു സുരക്ഷിത സ്ഥലത്തേക്ക് മാറുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. സർക്കാരിൻ്റെ ഉത്തരവാദിത്വം മാത്രമല്ല, ജനങ്ങളും ഈ കാര്യത്തിൽ, അതായത് സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിലും മറ്റും സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ അതേപോലെ പാലിക്കുക. സർക്കാരിനോടൊപ്പം തന്നെ ജനങ്ങളും നിന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള ദുരന്ത മുഖത്ത് നമുക്ക് വലിയ അപകടങ്ങളില്ലാതെ ജനങ്ങളെ സുരക്ഷിതമാക്കാൻ കഴിയുകയുള്ളൂ.